5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കൊളംബോയിൽ നിന്ന് നവി മുംബൈയിലെത്തേണ്ട പുതിയ നവി മുംബൈയിലെത്തേണ്ടുന്ന കപ്പൽ കൊച്ചി തീരത്ത് വെച്ച് 72 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ തീയാണ് കത്തുന്നത്. ഏകദേശം കണ്ടെയ്നറുകളിലെ പല ഭാഗങ്ങളും കത്തിക്കഴിഞ്ഞു. വലിയ പുകയാണ് അതിനകത്തുനിന്ന് പുറത്ത് വന്നത്. 22 ജീവനക്കാരുണ്ടായിരുന്നു. 12ഓളം ജീവനക്കാർ, ക്യാപ്റ്റൻ അടക്കമുള്ള കപ്പലിൻ്റെ ക്യാപ്റ്റൻ അടക്കമുള്ള 12 ജീവനക്കാർ രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ 12 ജീവനക്കാർ കടലിൽ ചാടി രക്ഷപ്പെടണമെങ്കിൽ അവർക്കറിയാം ഈ കപ്പലിനെ ഇനി രക്ഷിച്ചെടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം അവർ രക്ഷപ്പെട്ടത്. 4 ജീവനക്കാർ ഫയർ ഫൈറ്റിംഗ്, അതായത് തീ പിടിക്കുന്നതിന് അണയ്ക്കാനായിട്ട് പോയിട്ടുള്ള അതിന് ഏർപ്പെട്ടിരിക്കുന്ന 4 ജീവനക്കാരെ കാണാനില്ല. 5 പേർക്ക്, ഈ ചാടിയതിൽ 5 പേർക്ക് പരിക്കുമുണ്ട്. അപ്പോൾ വലിയ ന്യൂസാണ് കൊച്ചിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ മറ്റൊരു കപ്പൽ എം എസ് കപ്പൽ മറിഞ്ഞു. അത് വലിയ പ്രതിസന്ധി ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ ആഘാതത്തിൽ നിന്ന് കൊച്ചിയും കേരളവും മുക്തമായിട്ടില്ല. അപ്പോഴിതാ രണ്ടാമത്തെ കപ്പൽ, അന്നത് മുങ്ങിത്താഴ്ന്നതാണ്. കണ്ടെയ്നറുകൾ 124 കണ്ടെയ്നറുകൾ കടലിൽ വീണ് അതുണ്ടാക്കിയ പ്രതിസന്ധിയാണെങ്കിൽ ഇന്നിപ്പോൾ അത് കത്തുന്ന രീതിയാണുള്ളത്. എന്താണ് സംഭവിക്കുന്നറിയില്ല. നമ്മുടെ കൊച്ചി തീരത്തിൻ്റെ കടലിൻ്റെ ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അട്ടിമറികളാണോ ആഗോള ഗൂഢാലോചനയാണ്? കാര്യം വിഴിഞ്ഞം തുറമുഖമൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയ അന്വേഷണം നടക്കേണ്ട മേഖലയാണ്. അത് ഇപ്പോൾ കോസ്റ്റ് ഗാർഡുകാർ അതിനകത്ത് നന്നായി ഇടപെട്ടിട്ടുണ്ട്. അവർ അതിനകത്ത് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നു. പക്ഷേ തീ അണയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും തീ കത്തുകയാണ്, പടരുകയാണ്. അതിന് വലിയ, കാരണം ഇന്ധനങ്ങൾ ഉണ്ടാവുമല്ലോ കണ്ടെയ്നർ ആകുമ്പോൾ, അതിനകത്ത് ഗ്യാസും ഓയിലും ഇന്ധനങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും ആ കണ്ടെയ്നറുകളിൽ. അപ്പോൾ അത് കൊളംബോയിൽ നിന്ന് പോകുന്നതല്ലേ, നവി മുംബൈയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബേപ്പൂർ തീരത്തിൻ്റെ അടുത്ത് വെച്ചാണ് 74 നോട്ടിക്കൽ മൈലിലാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു പ്രതിസന്ധിയാണ് നമ്മുടെ കൊച്ചി മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സംഭവമാണ്. വലിയ രീതിയിലാണ് ഇന്ത്യ ഗവൺമെൻറ്റും കോസ്റ്റ് ഗാർഡുകാരും ഇതൊക്കെ ഇത് കാണേണ്ടത്. ഇത് വലിയ അന്വേഷണം ആവശ്യമുണ്ടെങ്കിൽ അത് നടത്തേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് രണ്ടാമത്തെ കപ്പൽ അപകടമാണ്. ഒന്നാമത്തെ കപ്പലിൻ്റെ അപകടത്തിൽ നിന്നുള്ള മുക്തി നേടും മുമ്പേ, അല്ലെങ്കിൽ അതിൻ്റെ ദുരിതങ്ങൾ, പാരിസ്ഥിതികവും സമുദ്ര മലിനീകരണവും അടക്കമുള്ള 2 ദുരിതങ്ങളാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഒന്ന് കരയിലുണ്ടാക്കിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മത്സ്യസമ്പത്തിനുണ്ടാക്കിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, സമുദ്രത്തിനുണ്ടാക്കിയ മലിനീകരണം, പിന്നെ ആ കണ്ടെയ്നറിൽ കൊണ്ടുപോയ വസ്തുക്കളുടെ സാമ്പത്തിക നഷ്ടം. ഇങ്ങനെ ഒരുപാട് തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു കപ്പൽ അപകടം കഴിഞ്ഞ് അതിൽ നിന്ന് നമ്മളൊന്ന് ശ്വാസം വിടുന്ന നേരത്താണ് വീണ്ടും കണ്ടെയ്നറുകൾ കത്തുന്ന പുതിയ കപ്പൽ അപകടം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ അതിസൂക്ഷ്മമായ ഒരു മേഖലയായി പരിശോധിക്കപ്പെടേണ്ട രീതിയായി കൊച്ചിയിലെ കടൽ തീരം മാറിയിട്ടുണ്ട്. തീർച്ചയായും ഇത് കൊച്ചിയിലായാലും ബേപ്പൂരിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളായാലും വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട മേഖലകളാണ്. ഇത് അതിപ്രധാനമായ പ്രദേശങ്ങളാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, വിഴിഞ്ഞം തുറമുഖം നമുക്ക് വന്നു. അതിനൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ആഗോളമായിട്ടുള്ള നമുക്കൊരു പ്രശസ്തി കിട്ടുന്നു, അതിൻ്റെ ഒരു സാധ്യത വരുന്നു. ഇതെല്ലാം വരുമ്പോഴാണ് അടിക്കടി കൊച്ചിയിൽ ഇങ്ങനെ കപ്പലുകൾ കത്തുകയും മറിയുകയും താഴുകയും ഒക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് ഗൗരവതരമായി കാണേണ്ടതാണ്. 22 പേരിൽ 18 പേരും രക്ഷപ്പെട്ടും എന്ന് നമുക്ക് വിചാരിക്കാം. കാര്യം അവർ ലൈഫ് ജാക്കറ്റുകളും ആവശ്യമുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ ആയിട്ടായിരിക്കുമല്ലോ കപ്പലിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് കടലിൽ വീണാലും നീന്തിയും പല രൂപത്തിൽ രക്ഷപ്പെടുമായിരിക്കും. എന്നാലും 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് കേൾക്കുന്നു. 4 പേരെ ഫയർ ഫൈറ്റിങ്ങിൽ ഉൾപ്പെടുത്ത 4 പേരെ കാണാനില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ സ്ഥിരീകരണം ഇനി വരാനുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ജീവിച്ചിരിക്കട്ടെന്ന് ആഗ്രഹിക്കാം. നേരത്തെ ഉണ്ടായിരുന്ന കപ്പലിൽ ഇതിന് മുമ്പ് മുങ്ങിയ കപ്പലിലെ എല്ലാ ജീവനക്കാരെയും നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ അപകടത്തിൽ എത്ര പേരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും വലിയ ആശങ്കയാണുള്ളത്. എന്തായാലും പരമാവധി ജീവൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇങ്ങനെ അടിക്കടി തുടരെ ഉണ്ടാകുന്ന കപ്പൽ അപകടത്തെക്കുറിച്ചും ആക്രമണമല്ല കപ്പലിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ചും ഗൗരവതരമായ അന്വേഷണവും അതിനനുസരിച്ചുള്ള സുരക്ഷാ മാർഗങ്ങളും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇത് രണ്ടാമത്തെ സംഭവമാണ്. ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളെ നമ്മളുടെ കടൽ തീരത്തെ കൂടുതൽ അരക്ഷിതമാക്കുക തന്നെ ചെയ്യും. കപ്പലുകളുടെ വരവിനായാലും പോക്കിനായാലും. അതുപോലെ തന്നെ ഈ തീരമേഖല, നമ്മുടെ കൊച്ചി തീരമേഖല അരക്ഷിതമാണോ എന്നുള്ളൊരു വാദത്തിലേക്ക് പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഈ വന്നു പോയിട്ടുള്ള അപകടങ്ങളെ ഇല്ലാതാക്കുവാനും അതിൻ്റെ ദുരന്തങ്ങൾ കുറയ്ക്കുവാനും പരമാവധി, പ്രത്യേകിച്ച് ഇപ്പോൾ രണ്ടാമത്തെ കപ്പൽ അപകടത്തിലെ പരമാവധി ആളുകളെ ജീവൻ രക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങളിലാണ് കോസ്റ്റ് ഗാർഡ് ഇടപെട്ടിരിക്കുന്നത്. അത് നന്നായി നടക്കട്ടെ. തീർച്ചയായും ഇതൊക്കെ നമുക്ക് വലിയ പാഠങ്ങളായിക്കൊണ്ട് ഇനി അങ്ങോട്ടുള്ള കണ്ടെയ്നർ യാത്രകൾ, കപ്പലിൽ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിൽ അതിൻ്റെ സുരക്ഷിതത്വം വളരെ കൂടേണ്ടിയിരിക്കുന്നു. അതിനാവശ്യമായ നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന്, എല്ലാവരുടെ ഭാഗത്തുനിന്നും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ നേവിയുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതേണ്ടതാണ്.